വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ സ്ക്രീൻ ടൈം കുറയ്ക്കാമെന്നാണ്. നമ്മൾ അമ്മമാരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് അവരെ നോക്കാനും സമയമില്ല, അവരുടെ കൂടെ കളിക്കാനും സമയമില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്രീ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുട്ടികളിൽ നിന്ന് ഈ ഒരു ഫോൺ വേണം എന്നുള്ള ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കുറച്ച് ടിപ്സൊക്കെ വീട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെയിം ഉണ്ട്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഗെയിമാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗെയിം വഴി കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവും അവർ. പിന്നെ അതുപോലെ അവരുടെ ഒരു സ്കിൽസ് ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിനുള്ള സംഭവം. അതായത് ഇത് നമ്മൾ കച്ചിയോ ഗോലിയോ എന്താണെന്ന് വെച്ചാൽ പറയാം. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ട്, പല സൈസിൽ. ഇത് കളിക്കാൻ തുടങ്ങിയ പിന്നെ ജോക്കൂട്ടൻ ഈ ഒരു സൈസും അതുപോലെ കളറൊക്കെ വെച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിൻ്റെ ഒരു മാറ്റില്ലേ, നമ്മുടെ യോഗ മാറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ കുറച്ചൊന്നിങ്ങനെ ഒരു പൊങ്ങിയിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡിലും കറക്റ്റ് എണ്ണ ഒന്നും രണ്ട് സൈഡിൽ നടുക്ക് കുറച്ച് ഗ്യാപ്പ് രണ്ട് സൈഡിൽ. അതായത് നമ്മൾ ഈ രണ്ട് പേരാണ് ഇത് കളിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ കളക്ട് ഗോളി നമ്മുടെ കയ്യിൽ വെക്കും, കളിക്കുന്ന പ്ലേയേഴ്സിനെ എടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ വിടും. അവിടെ തട്ടിയിട്ട് തിരിച്ചു വരും. അവിടെ തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ ഇതിൽ മുട്ടുന്നുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ലാസ്റ്റ് മാക്സിമം നമ്പർ കളക്ട് ചെയ്യുന്ന ആളാണ് ഓരോ കളിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം കളക്ട് ഇതിന്റെ വിന്നർ. എന്റെ ബ്ലൂ ആണ്. അതായത് എങ്ങനെ എറിയണം, എങ്ങനെ എറിഞ്ഞാൽ ഇതിൽ കൊള്ളും, ഏത് സൈഡിൽ ഇപ്പൊ കണ്ടോ നമ്മൾ റൈറ്റിലോട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കളിച്ചിട്ടുണ്ട് 4 എണ്ണം. പിന്നീട് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. കുറച്ചിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ കളിച്ച് വരുമ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടാതെ ആവും. അപ്പൊ ഡിഫിക്കൽട്ട് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കളിക്കും. ഇങ്ങനെ എറിഞ്ഞാൽ ആ സൈഡിലൂടെ വരും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒന്നിലും മുട്ടാതെ നമുക്ക് നടുക്കൂടെ മാത്രം വരും. അപ്പം ജോക്കൂട്ടിന് ആദ്യം കളിച്ചപ്പോൾ ഒരെണ്ണം പോലും അവൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അവന് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം എടുക്കാൻ പറ്റില്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് കളിക്കണം, ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് ആകുമ്പോൾ അവർ ശരിക്കും നല്ല രീതിയിൽ കളിക്കും, നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കും ഇതിൽ. അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും ഓടി ഹൈപ്പർ ആക്റ്റീവ് എന്നല്ല എപ്പോഴും വരാം. കുട്ടികൾക്ക് ഓടിക്കളിച്ച് ഇരിക്കാൻ മടിയുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കണ്ടോ, ഇതൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എറിഞ്ഞാൽ നമുക്കിതിൽ മുട്ടും എന്നുള്ള ആ ഒരു വരുന്ന രീതിയിൽ അവർ ശരിക്കും നന്നായിട്ടിരുന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് കളിക്കും. അത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇത് കളിച്ച് ചെയ്യുമ്പോൾ എത്ര എണ്ണം കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരത് കൗണ്ട് ചെയ്യും. സോ ഇനീഷ്യലി ചോക്കിട്ടും കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 10 ഒക്കെ കഴിയുമ്പോൾ തെറ്റിപ്പോവും. ഇടയ്ക്കുന്ന ഓരോ നമ്പേഴ്സ് ഒബ്വിയസ്ലി കുഞ്ഞുങ്ങളാണ്, അവർക്ക് ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ ചിലപ്പോൾ ഇടയ്ക്കുന്നൊക്കെ തെറ്റിപ്പോവും. പക്ഷേ ഇതെപ്പോഴും എണ്ണി അവർ നല്ല എന്താ പറയുക ഭയങ്കര എക്സ്പേർട്ട് ആവും ഇതൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പം കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഗെയിംസ് നമ്മൾ വീട്ടിൽ തന്നെ അമ്മമാരെ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും ഞാനൊക്കെ മാറി ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. കാരണം അവനറിയാം ചിലപ്പോൾ അവന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, വേറെ സൈഡിലോട്ടൊക്കെ പോകും. അപ്പോൾ കുട്ടികൾ എഫേർട്ട് ഇട്ട് അവർക്ക് വേണ്ടി, അവർക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വന്ന് അവരിതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് മൊബൈലോ വേറെ ഒന്നും വേണ്ട, കാരണം ഇതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അവർക്ക് വരും. സോ അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കണ്ടുപിടിച്ചതാണ് എൻ്റെ ഒരു മോന് വേണ്ടിയിട്ട്. കാരണം അവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ ഫ്രീ ആയിട്ട് അവന് കളിക്കാൻ ആരും ഇല്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അവൻ ചോദിക്കും. സോ ഞാനായിട്ട് അവനെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ഒരു ഗോലി മാക്സിമം കളക്ട് ചെയ്യണം, മാക്സിമം നമ്പർ കളക്ട് ചെയ്യണം, അത് സൂക്ഷിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അത് ഇവൻ്റെ കയ്യിൽ തന്നെ 3 സൈസിലുള്ള ഗോലിയാണ് നമ്മളുടെ കയ്യിലിട്ട്. അപ്പം ആ ഒരു ഇഷ്ടം സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്കാകും. സ്ക്രീൻ ടൈം ഒരുപാടുള്ള കുട്ടികളെ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാ അമ്മമാരും ഇതുപോലെ മക്കൾക്ക് വേണ്ടി ഓരോ ഗെയിംസൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട്
പറയുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ലാസ്റ്റ് ജോബിൻ്റെ എത്ര സ്പീഡിലാണ് കൗണ്ട് ചെയ്യണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അവൻ നല്ല സ്പീഡിൽ എണ്ണുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കുട്ടികളുടെ ആ ഒരു സ്കില്ല് നമുക്ക് കൂട്ടാനും പറ്റും, സ്ക്രീൻ ടൈം കുറയ്ക്കാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗെയിംസും ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ടെങ്കിൽ പറയണം. എനിക്കും ഇനിയും ഒരുപാട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഒക്കെ വേണം. കുട്ടികളുടെ ഫുള്ളായിട്ട് സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കും. അപ്പോൾ ചച്ച ബൈ. 24. അമ്മക്ക് എത്രയാണ്? അമ്മക്ക് 15. അപ്പൊ ആരാ ജയിച്ചേ? കണ്ടില്ലേ, ഇതൊരു തവണ കളിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ മൊബൈലും കാര്യങ്ങളൊന്നും വേണ്ട, ഇതുപോലെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം ഒരു തവണ ഇങ്ങനെ കളിക്കാം. അപ്പൊ ഇതാവുമ്പോൾ അവർ വീണ്ടും വീണ്ടും കളിക്കുകയും ചെയ്യും. മൊബൈലിന്റെ ആവശ്യവും വരുന്നില്ല. അവർക്ക് ആ ഒരു കൗണ്ടിങ്ങും മാത്സും കാര്യങ്ങളും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഫോക്കസും കാര്യങ്ങളും കുറച്ചുകൂടെ വരും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും.